ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ അടുത്ത് PSC നടത്തിയ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ LDCക്ക് ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: k+1/k-2 = 0, k greater than 0 ആയാൽ k⁻29 + 1/k⁻29 - 2ൻ്റെ വില എത്രയാകും? ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. k+1/k-2 = 0, k greater than 0. അതായത് k എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ് നമുക്ക് തന്നിട്ടുണ്ട്. k greater than 0 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് k⁻29 + 1/k⁻29 - 2ൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് എഴുതാണ്. k+1/k-2 = 0. ഇതിൽ നിന്നും നമ്മൾ kയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് കിട്ടും? k+1/k = ഈ -2 സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് kയുടെ വാല്യൂ ഈസി ആയിട്ട് തന്നെ കിട്ടും. അതായത് k+1/k = 2 ആവണമെങ്കിൽ kയുടെ വാല്യൂ 1 ആയിരിക്കണം. അതായത് ഇവിടെ 1ഉം ഇവിടെ 1ഉം വന്നാലാണല്ലോ 1 + 1 = 2 എന്നാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും നേരിട്ട് നമുക്ക് kയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് നേരിട്ട് കിട്ടും. 1 + 1, അതായത് kയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. kയുടെ വാല്യൂ 1 + 1 = 2 എന്ന് കിട്ടും. അങ്ങനെ നേരിട്ട് kയുടെ വാല്യൂ കിട്ടും. അല്ല എങ്കിൽ നമുക്ക് kയുടെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഒന്ന് എടുത്ത് എഴുതാണ്. 1/k = 2 ആണ്. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k² + 1 / k = 2 എന്ന് കിട്ടും. അപ്പോൾ k² + 1, ഈ k അപ്പുറത്തോട്ട് പോകുമ്പോൾ = 2k എന്ന് കിട്ടും. k² മൈനസ് ഈ 2kനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ -2k എന്നാവും. +1 = 0. ഇതിൽ നിന്ന് നമുക്ക് kയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നും ആഡ് ചെയ്യുമ്പോൾ -2 എന്നും കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? k-1, അതായത് k-1 × k-1 = 0 എന്ന് കിട്ടും. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നും ആഡ് ചെയ്യുമ്പോൾ -2 എന്നും കിട്ടണം. ഏതായിരിക്കും? -1ഉം -1ഉം അല്ലേ അതിൻ്റെ ആൻസർ? അതായത് -1 × -1 എന്ന് പറയുന്നത് +1 എന്ന് കിട്ടും. -1 എന്ന് പറയുന്നത് എത്രയാണ്? -2 എന്ന് കിട്ടും. അപ്പോൾ kക്ക് രണ്ട് വാല്യൂസ് കിട്ടും, -1ഉം -1ഉം. അതായത് k-1 × k-1 എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇത് എങ്ങനെ എഴുതാൻ പറ്റും? k-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? = 0. k-1 ഹോൾ സ്ക്വയർ 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? k-1 = 0 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും kയുടെ വാല്യൂ കിട്ടില്ലേ? k = ഈ -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ +1 ആയിരിക്കും. അപ്പോൾ kയുടെ വാല്യൂ നമുക്ക് 1 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് k⁻29 + 1/k⁻29 - 2ൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ kയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ആ വാല്യൂ നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1/29 + 1/1/29 - 2 എന്തായിരിക്കും? 1ൻ്റെ പവർ 29 ആണ്. 1ൻ്റെ എത്ര പവർ വന്നാലും 1 ആണെന്ന് അറിഞ്ഞൂടെ? +1/1 - 2 = 1/1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 + 1 - 2 = 2 - 2
ഇസ് ഈക്വൽ ടു 0 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 16 divided by 4 is equal to 74. 35 divided by 7 is equal to 85. 55 divided by 5 is equal to 1011 ആയാൽ 49 divided by 7ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൻ്റെ ഇത്രയും കാര്യങ്ങളുടെ റിലേഷൻ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 16 divided by 4 എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 74 ആണ്. ഈ റിലേഷൻ എങ്ങനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കാം. അതായത് 16/4 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. ആ 4 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 7 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. 6 + 1 7, അപ്പോൾ 74 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. 35 divided by 7. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 3ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 8. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് 55 divided by 5. 55നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11. ആ 11 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 10 കിട്ടിയിരിക്കുന്നത് 5ഉം 5ഉം ആഡ് ചെയ്യുന്നു, അപ്പോൾ 10. അപ്പോൾ ഈ ഒരു റിലേഷൻ ഇങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 49 divided by 7 ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 49 divided by 7 ഈ തന്നിരിക്കുന്ന റിലേഷൻ അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. 49 divided by 7 എന്ന് പറയുന്നത് 7 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 7 വരുന്നത് ഡിയും ബിയും ആണ്. ഈ 2 ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഇനി ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് റിലേഷൻ എന്താണ്? ഈ 4ഉം 9ഉം കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 13 എന്ന് കിട്ടും. 137 കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 73rd ക്വസ്റ്റ്യൻ. x - 1/x is equal to 1/2 ആയാൽ x not equal to 0 എന്ന് തന്നിട്ടുണ്ട്. എന്തായിരിക്കും 4x² + 4/x²ൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഇക്വേഷൻ അറിയാം, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് x - 1/x എന്ന് പറയുന്നത് a ആണെങ്കിൽ x² + 1/x²ൻ്റെ വില എന്ന് പറയുന്നത് a² + 2 ആണ്. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ x - 1/x = a ആണെങ്കിൽ x² + 1/x² എന്ന് പറയുന്നത് a² + 2 അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് x - 1/x = 1/2. 1/2 അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? a = ഇവിടെ 1/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x² + 1/x² എന്ന് പറയുന്നത് a² + 2 ആണ്. അത് നമുക്ക് കാണാം. a² + 2 x² + 1/x² എന്ന് പറയുന്നത് a² + 2. a² എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ + 2. ഇത് ആഡ് ചെയ്യുമ്പോൾ 1/4 + 2 = ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 1 9 divided by 4 9/4 എന്ന ആൻസർ കിട്ടും. നമുക്ക് കാണേണ്ടത് എന്താണ്? 4x² + 4/x² ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. 4x² + 4/x² നമ്മൾ കാണുവാണ്. ഇതിൽ 4 രണ്ടിലും കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് x² + 1/x² എന്ന് കിട്ടും. = ഈ 4 അതേപോലെ എടുത്തെഴുതി ഇൻറ്റു ഈ x² / 1/x² നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9/4 ആണ്. അത് ഇതിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. = 9 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും?
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. വൃത്തത്തിൻ്റെ വിസ്തീർണം നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാം വൃത്തത്തിൻ്റെ ഏരിയ അഥവാ വിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്, നമുക്കറിയാം. ഓക്കെ, ഇവിടെ r എന്ന് പറയുന്നത് ആദ്യം വൃത്തത്തിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ എന്ന് പറയുന്നത് 100%. അതായത് ഈ r എന്ന് പറയുന്നത് 100% നമ്മൾ എടുക്കുകയാണ്, അങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. ഇവിടെ 50% വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ 50% വർദ്ധിപ്പിക്കുന്നു പറയുമ്പോൾ r ആദ്യം 100 ആണെന്ന് നമ്മൾ എടുത്തു. ഈ r എന്തായിട്ട് മാറുകയാണ്? 100% എന്നുള്ളത് 50% വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 100ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 50%. അപ്പോൾ 50% വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 100 എന്നുള്ളത് എന്തായിട്ട് മാറും? 150% മാറും. ഓക്കെ, അപ്പോൾ ഏരിയയ്ക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവും നോക്കാം. π ഇൻറ്റു ഈ ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം πr² എന്നായിരുന്നു നേരത്തെ ഏരിയ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ വൃത്തത്തിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ 100% എടുത്തത്. ഇവിടെ 150% ഇൻക്രീസ് ചെയ്തു ടോട്ടൽ. അപ്പോൾ നമ്മളിതിൽ ഇട്ട് കൊടുക്കുമ്പോൾ π100 ഇൻറ്റു 150/100 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അതായത് ഈ ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. π 100% എടുക്കുന്നു, r 100% എടുക്കുന്നു. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് 225 15 × 15 225% ആണെന്ന് കിട്ടുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് എത്രയാണ്? നേരത്തെ ഉണ്ടായിരുന്നത് 100% ആയിരുന്നു. ഇപ്പോൾ വർദ്ധിച്ചത് 225%. അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യാണ്. 225% മൈനസ് 100% മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 125% എന്ന് കിട്ടും. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന വർധനവ് എത്ര ശതമാനമാണ്? 125% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആകും? അതായത് നമ്മളൊരു ക്ലോക്ക് വരയ്ക്കുകയാണ്. നമുക്കറിയാം 3 9. അപ്പോൾ ഇവിടെ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൂചികളും തമ്മിൽ ഓപ്പോസിറ്റ് വരണം. മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും തമ്മിൽ ഓപ്പോസിറ്റ് വരുമ്പോൾ, അതായത് വിപരീത ദിശയിൽ വരുമ്പോഴാണ് 180 ഡിഗ്രി അവയ്ക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും വന്നൂടെ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 6ഉം 12 എടുക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ ഇവിടെ 10 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് 4. ഇത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് 180 ഡിഗ്രി ഇവിടെ വരും. അതുപോലെ തന്നെ ഇത് രണ്ടും ഓപ്പോസിറ്റ് വരുമ്പോഴാണ് അവയ്ക്കിടയിലെ ആംഗിൾ 180 ഡിഗ്രി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് കാണേണ്ടത് എന്താണെന്ന് നോക്കാം. 10 മണിക്കും 1 മണിക്കും ഇടയിലാണ്. അതായത് 10നും 1 മണിക്കും ഇടയിലാണ്. നമുക്കറിയാം 10നും 11 മണിക്കും ഇടയിൽ ഒരു തവണയായിരിക്കും എതിർദിശയിൽ വരുന്നത്. 11 മണിക്കും 12 മണിക്കും ഇടയിൽ ഒരു തവണ വരും. 12 മണിക്കും 1 മണിക്കും ഇടയിൽ വീണ്ടും ഒരു തവണ വരും. അപ്പോൾ ടോട്ടൽ ഇത് ആഡ് ചെയ്യുമ്പോൾ 3 തവണയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് 10 മണിക്കും 11 മണിക്കും ഇടയിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. 10 മണിക്കും 11 മണിക്കും ഇടയിൽ 10നും 11നും ഇടയിൽ ഒരു തവണ വരും. അതായത് ഈ 5നും 4നൊക്കെ ഇടയിലായിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു തവണ വരും. പിന്നെ 11നും 12നും ഇടയിൽ 11നും 12നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തവണ വരും. അതുപോലെ തന്നെ 12നും 1നും ഇടയിൽ ഒരു തവണ വരും. അപ്പോൾ ടോട്ടൽ 3 തവണയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.